യുദ്ധത്തിൽ സഹായിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ യുക്രൈനിൽ വെറുതെ പണം പാഴാക്കുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന് വലിയ താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ മുൻ അനലിസ്റ്റ് റിട്ടയേർഡ് അമേരിക്കൻ എയർഫോഴ്സ് ലഫ്റ്റനന്റ് കേണൽ കാരൻ ക്വിയാറ്റ്കോവ്സ്കി. നിലവിൽ അമേരിക്കയുടെ വിദേശ സഹായങ്ങൾ 90 ദിവസത്തേക്ക് ട്രംപ് നിർത്തിവെച്ചതും യുക്രൈനെ കൈയൊഴിഞ്ഞുവെന്നുള്ള ഒരു സൂചനയായിട്ട് വേണം കാണാൻ. റഷ്യക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി അമേരിക്ക യുക്രൈനെ ഉപയോഗിക്കുന്നു എന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണെന്നും അവർ പറഞ്ഞു. അങ്ങനെ യുക്രൈൻ ഒരു ഉപകരണമാണെങ്കിൽ അതിപ്പോൾ ഉപയോഗപ്രദമല്ലാത്ത ഒരു ഉപകരണമാണ്, പരിപാലിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഉപകരണം. അതുകൊണ്ട് തന്നെ ഇനി അമേരിക്ക ആ ഉപകരണം വലിച്ചെറിയാൻ പോകുകയാണെന്നും അവർ എടുത്തു പറഞ്ഞു. അമേരിക്കയുടെ ഒരു കളിപ്പാവിയായിരുന്നു യുക്രൈൻ എന്നത് അമേരിക്ക തന്നെ തുറന്നു സമ്മതിക്കുന്ന സാഹചര്യമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ആ സത്യം ഇപ്പോഴും മനസ്സിലാകാത്തത് അമേരിക്കയുടെ കാരുണ്യവും പ്രതീക്ഷിച്ചിരിക്കുന്ന സെലൻസ്കിക്ക് മാത്രമാണ്. റഷ്യക്ക് മുന്നിൽ യുക്രൈനെ ഇട്ടുകൊടുത്ത് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് മാറി നിന്ന് കളി കാണുകയായിരുന്നു അമേരിക്ക. പക്ഷേ ട്രംപ് വന്നതോടെ സഹായം എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി യുക്രൈന് നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നതാണ് സത്യം. ഈ സാഹചര്യത്തിൽ അമേരിക്ക യൂറോപ്പിന് മുൻഗണന നൽകുന്നില്ലെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നില്ലെന്നുമാണ് ഇപ്പോഴത്തെ സെലൻസ്കിയുടെ പരാതി. അമേരിക്ക വിദേശ നയങ്ങൾ മാറ്റുന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പ് സ്വന്തം സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും സെലൻസ്കി ദാവോസിൽ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ സംസാരിക്കവേ പറഞ്ഞു. യൂറോപ്പുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചും സെലൻസ്കി ആശങ്ക പ്രകടിപ്പിച്ചു. യൂറോപ്യന്മാർ അമേരിക്കയെ ഒരു പകരം വെക്കാനാവാത്ത സഖ്യകക്ഷിയായാണ് കാണുന്നതെന്നും പ്രത്യേകിച്ച് യുദ്ധകാലത്ത് അമേരിക്കയുടെ സേവനങ്ങൾ ആവശ്യമാണെന്നും സെലൻസ്കി അമേരിക്കയെ ഓർമ്മിപ്പിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ പെട്ടെന്നൊരു ദിവസം തങ്ങളെ വിട്ടു പോകുമോ, അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷിയാകുന്നത് നിർത്തുമോ എന്ന് അമേരിക്കയിലെ ആരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. യൂറോപ്പിന് കാര്യമായി എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇൻഡോ പസഫിക് മേഖലയ്ക്കും മിഡിൽ ഈസ്റ്റിനും പിന്നാലെ യൂറോപ്പ് തന്ത്രപ്രധാനമായ മുൻഗണനയിൽ 3ാം സ്ഥാനത്താണെന്ന് അന്നത്തെ ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ തുറന്നു സമ്മതിച്ചതായി കഴിഞ്ഞ വർഷം ഏഷ്യ സുരക്ഷാ ഉച്ചകോടിയിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനെ പറ്റിയും സെലൻസ്കി പറയുകയുണ്ടായി. സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രസക്തി നഷ്ടപ്പെടുമെന്നും സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. 2022 യുക്രൈനിലെ സംഘർഷം രൂക്ഷമായതിനു ശേഷം അമേരിക്കൻ കോൺഗ്രസ് ഏകദേശം $175 ബില്യൺ സൈനിക, സാമ്പത്തിക, മാനുഷിക സഹായങ്ങൾ യുക്രൈന് നൽകിയിട്ടുണ്ട്. അതേസമയം ട്രംപ് യുക്രൈന് മുൻഗണന നൽകുമെന്നും വെടിനിർത്തൽ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക സമയപരിധി നൽകിയിട്ടില്ലെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ചില അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് സങ്കീർണമായ ഒരു പ്രക്രിയ ആയിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം തങ്ങളൊരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന യുക്രൈന്റെ ധാരണകളൊക്കെ മിഥ്യയാണെന്നും അത് തിരുത്തണമെന്നും പറഞ്ഞിരിക്കുകയാണ് ഗ്ലോബൽ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ഗവേഷകനായ ജോർജ് സാമുലി. രാജ്യത്ത് യുക്രൈനിയൻ ഇതര ഭാഷകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്ന യുക്രൈനൈസേഷൻ എന്ന നയം ശരിക്കും രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയാണെന്ന കാര്യം പോലും യുക്രൈന് മനസ്സിലാകുന്നില്ല. യുക്രൈനിൽ താമസിക്കുന്ന ദേശീയ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കുള്ള ഒരു ലംഘനമാണിതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പുടിൻ ഇടപെട്ടാൽ യുദ്ധത്തിന് തീരുമാനമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന സെലൻസ്കി ഇപ്പോൾ ത്രിശങ്കുവിലാണ്. സാമ്പത്തികപരമായി ഒരു സഹായം തൽക്കാലം അമേരിക്കയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടെന്ന സൂചനകളൊക്കെ അധികാരത്തിലേറിയതിന് പിന്നാലെ ട്രംപ് കൊടുക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെ ട്രംപ് വിചാരിച്ചാലല്ല യുദ്ധം അവസാനിക്കുകയെന്ന സത്യവും സെലൻസ്കിക്ക് അറിയാം. പുടിൻ തീരുമാനിക്കുന്നത് പ്രകാരമേ ഇതിന് ഒരു പര്യവസാനം ഉണ്ടാകുകയുള്ളൂ. അതിനായി ഒരു സമന്വയ ചർച്ചയ്ക്കായി ട്രംപ് ഇടപെടണമെന്നാണ് സെലൻസ്കിയുടെ ആവശ്യം. മാത്രമല്ല, പുടിനുമായി നേരിട്ട് ബന്ധം വെച്ചു പുലർത്താത്ത ബൈഡനെ വെച്ച് നോക്കുമ്പോൾ ട്രംപിന്റെ സമീപനങ്ങൾ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാമെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. യുദ്ധത്തിൽ യുക്രൈനെ ആവത് സഹായിക്കാൻ ബൈഡൻ ഭരണകൂടം ശ്രമിച്ചിരുന്നു. പക്ഷേ റഷ്യയുടെ മുന്നിൽ പണി 18 ശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും ഫലവത്തായിരുന്നില്ല. ഒടുവിൽ റഷ്യയുടെ തന്നെ സമ്പത്തിൽ കൈയിട്ട് വാരി യുക്രൈൻ ഒരു ആശ്രയം കണ്ടെത്താൻ വരെ അമേരിക്ക ശ്രമിക്കുകയുണ്ടായി. അതിനെതിരെയും ശക്തമായ തിരിച്ചടികളാണ് റഷ്യയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നത്. യുക്രൈൻ സംഘർഷത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ നിരവധി ഉപരോധങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണിത്. ഈ കണ്ടുകെട്ടിയ സ്വത്തുക്കളെല്ലാം
പിന്നീട് റഷ്യൻ ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റഷ്യയുടെ ഫണ്ടുകളും സ്വത്തുക്കളും അനധികൃതമായി കണ്ടുകെട്ടിയതിൽ നിന്ന് റഷ്യ വരുത്തിയ സാമ്പത്തിക നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായിരിക്കും പിടിച്ചെടുക്കുന്ന ഈ ആസ്തികൾ. രാജ്യത്തെ നീതിന്യായ മന്ത്രാലയമാണ് ബിൽ തയ്യാറാക്കിയതെന്നും ജനുവരി 20-ന് കമ്മീഷന്റെ അജണ്ടയിൽ ബിൽ ഉൾപ്പെടുത്തിയിരുന്നെന്നും വൊഡോമോസ്റ്റി പത്രം റിപ്പോർട്ട് ചെയ്തു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ബ്രസൽസ് ആസ്ഥാനമായുള്ള യൂറോ ക്ലിയറിൽ കൈവശം വെച്ചിരുന്ന ഏകദേശം $300 ബില്യൺ റഷ്യൻ ആസ്തിയാണ് അമേരിക്കയും സഖ്യകക്ഷികളും കൂടെ മരവിപ്പിച്ചത്. റഷ്യയുടെ പരമാധികാര സ്വത്തുക്കൾ തട്ടിയെടുക്കാനും അതുവഴി യുക്രൈനെ സംരക്ഷിക്കാനും ശ്രമിച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇതുവഴി മുട്ടൻ പണിയാണ് കിട്ടാൻ പോകുന്നത്. റഷ്യയുടെ ആസ്തിയിൽ കൈവയ്ക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത് ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടമാണ്. എന്നാൽ നിലവിലെ റഷ്യയുടെ മറുപടി പാശ്ചാത്യ സാമ്പത്തിക വ്യവസ്ഥയ്ക്കും പാശ്ചാത്യന്മാരുടെ പ്രശസ്തിക്കും കനത്ത തിരിച്ചടി തന്നെയായിരിക്കും നൽകാൻ പോകുന്നത്.